എല്ലാവർക്കും നമസ്കാരം. ശിവരാത്രിക്ക് വേണ്ടിയിട്ട് ഒരു അഷ്ടമംഗല പ്രശ്നം വെച്ചു. ഈ സാധാരണഗതിയിൽ ഈ ശിവരാത്രി പോലുള്ള വിശേഷ ദിവസങ്ങളിലേക്ക് വേണ്ടിയിട്ട് ഈ അഷ്ടമംഗല പ്രശ്നം വെക്കുന്നത് അതിന് ഏറ്റവും ശുഭമായ ഒരു ദിവസവും മുഹൂർത്തവും കിട്ടുന്നത് എപ്പോഴാണോ അപ്പോഴാണ് വെക്കാറുള്ളത്. പ്രശ്നഫലം വളരെ വ്യക്തവും കൃത്യവുമായിട്ടായിരുന്നു ഞങ്ങൾ 5 പേർക്കും ഫലത്തിൽ കിട്ടിയത്. ഇതിൽ പറയാൻ പോകുന്ന ഈ 9 നക്ഷത്രക്കാർക്ക് ഈ ശിവരാത്രിയോടുകൂടി ഒരിക്കലും അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ജീവിത പശ്ചാത്തലം അവർക്ക് വന്നു ചേരും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ നോക്കുമ്പോൾ ഒരിക്കലും വിശ്വസിക്കാനാകാത്ത തരത്തിലുള്ള ഒരു ജീവിത ഉയർച്ച ഇതിൽ പറയാൻ പോകുന്ന ഈ 9 നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. എന്ന് വെച്ചാൽ ഈ അവിശ്വസനീയമായ പല സംഭവ വികാസങ്ങളും നിങ്ങളെ കാത്തിരിപ്പുണ്ട് എന്നാണ് ഈ രാശിഫലത്തിൽ ഞങ്ങൾക്ക് കാണാനായത്. ഞങ്ങളാകെ 5 ജ്യോത്സ്യന്മാരുള്ളത് കൊണ്ട് തന്നെ ഇതിൽ ഒരാൾക്ക് മറ്റെന്തെങ്കിലും വിധത്തിൽ തെറ്റ് പറ്റിയാലും ബാക്കി 4 പേർക്കും ഒരുപോലെ പിശക് സംഭവിക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തിന്മേലാണ് ഇവിടെ ഈ സൂചിപ്പിച്ച കാര്യങ്ങളിൽ നിങ്ങൾക്ക് അത്രയധികം ഉറപ്പ് നൽകാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ ഈ സാധാരണ ജ്യോതിഷ പ്രവചനവും ഈ അഷ്ടമംഗല പ്രവചനവും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്തെന്നാൽ, നമ്മൾ ഈ നിത്യവും ചെയ്യുന്നത് പോലെ, അതായത് ജ്യോത്സ്യന്മാർ ആരുടെ പ്രകാരം കവടി നിരത്തി പ്രശ്നം പറയുന്നതിനേക്കാൾ ഇരട്ടിയിലധികം കൃത്യത ഈ അഷ്ടമംഗല പ്രശ്നം വെച്ച് അതിൽ നിന്നുള്ള ഫലം പറയുമ്പോൾ നമുക്കറിയാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിയാത്തതായിട്ട് യാതൊരുവിധ കാര്യങ്ങളുമില്ല. അതിനാൽ ഉറപ്പിച്ചു പറയുന്നു, ഇതിൽ പ്രശ്നപ്രകാരം കിട്ടിയിരിക്കുന്ന ഈ 9 നക്ഷത്രക്കാരുടെ ഫലങ്ങൾ അത് 95% നിങ്ങൾക്ക് കൃത്യമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. വാസ്തവത്തിൽ ഈ അഷ്ടമംഗല പ്രശ്ന സമ്പ്രദായം ഇത് പണ്ടുകാലം മുതൽക്കേ നടത്തിപ്പോരുന്നത് ഈ ജ്യോതിഷശാസ്ത്രത്തിന് കൈയെത്തിപ്പിടിക്കാനാവാത്ത അതിസങ്കീർണമായ പ്രശ്നങ്ങൾക്ക് വരെ ഇതിൽ നിന്ന് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇതുവരെയുള്ള അതിൻ്റെ അനുഭവ ഫലങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് വരെ വള്ളി പുള്ളി തെറ്റാതെയുള്ള ഫലങ്ങളാണ് ഈ അഷ്ടമംഗല പ്രശ്ന വിചിന്തനത്തിൽ നിന്നും നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുമാത്രവുമല്ല, ഈ ക്രിയയ്ക്ക് അഷ്ടമംഗല പ്രശ്നം എന്ന ആ ഒരു പേര് വരാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് പറയാം. ഇത് ചെയ്യുന്നത് 8 ഐശ്വര്യപ്രദമായ വസ്തുക്കൾ ഉപയോഗിച്ചാണ്. അതായത് ഈ നെയ്വിളക്ക്, കണ്ണാടി, സ്വർണം, പാൽ, പഴങ്ങൾ, തൈര്, പുസ്തകം, വെള്ളമുണ്ട് എന്നിവ ഉപയോഗിച്ചാണ് ഈ പ്രശ്നം വയ്ക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ അഷ്ടമംഗല പ്രശ്നത്തെക്കുറിച്ച് ഇത്രയും വിശദമായി നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കാരണം ഇതിൻ്റെ ആ ഒരു ഗൗരവം അല്ലെങ്കിൽ ആ ഒരു കഷ്ടപ്പാട് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളും കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ മാത്രമേ അതിൻ്റെ ആ ഒരു ശരിയായ മഹത്വം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിൽ വളരെ ശ്രമകരമായി ഗണിച്ചെടുത്ത ഈ 9 നക്ഷത്രക്കാരുടെ ഫലമാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പറയാൻ പോകുന്നത്. ഇത് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്നുള്ള കാര്യത്തിന് യാതൊരുവിധ സംശയവും വേണ്ട. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ ആത്മാർത്ഥമായി ഒന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഫലപ്രവചനങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളണം എന്നുകൂടി ഈ സമയം ഒന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ശരിയപ്പോൾ 3 നക്ഷത്രങ്ങൾ വീതം 3 ഗ്രൂപ്പുകളിലായി വരുന്ന ആകെ 9 നക്ഷത്രക്കാരെയാണ് ഇതിൽ പറയാൻ പോകുന്ന മഹാഭാഗ്യങ്ങൾ തേടി വരുന്ന മഹാഭാഗ്യശാലികളായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പ്രത്യേകം ഓർക്കുക, ഈ സാധാരണ നമ്മൾ പ്രശ്നഫലം പറയുന്നത് പോലെയല്ല ഈ അഷ്ടമംഗല പ്രശ്നഫലങ്ങൾ പറയുന്നത്. അതുകൊണ്ട് അത് ആ രീതിയിൽ ക്ഷമയോടുകൂടി നിങ്ങൾ ഉൾക്കൊണ്ട് കേട്ടിരിക്കണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 9 നക്ഷത്രക്കാരെ അവരെ ആ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ തിരിച്ചിരിക്കുന്നത് പ്രകാരം യഥാക്രമം നോക്കുമ്പോൾ ഭരണി, പൂരം, പൂരാടം, മകീരം, ചിത്തിരാവിട്ടം, ആയില്യം, തൃക്കേട്ട, രേവതി ഈ പറഞ്ഞ 9 നക്ഷത്രക്കാർക്കാണ് അമൂല്യമായി മഹാശിവരാത്രിയുടെ ഭാഗമായി ഇനി പറയാൻ പോകുന്ന മഹാസൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോകുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ ഈ അഷ്ടമംഗല പ്രശ്നത്തിൻ്റെ രീതി അനുസരിച്ച് 3 ഗ്രൂപ്പിൽ വരുന്നവർക്കും വേണ്ടി ഒരുമിച്ച് 108 കവടിയിൽ നിന്നും 3 കവടിയാണ് അങ്ങോട്ട് മാറ്റിവെക്കുക. അപ്പോൾ അതുപ്രകാരം ഈ 9 നക്ഷത്രക്കാർക്ക് കിട്ടിയിരിക്കുന്ന ഫലമാണ് ക്രമമായി പറയുന്നത്. അതിൽ 1ാമത്തെ കവടി പറയുന്നത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ശിവരാത്രിയുടെ ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഒരു വൻ സമ്പത്ത് വന്നു കിട്ടാൻ യോഗം കാണുന്നുണ്ട്. ഇത് വിദേശത്തു നിന്നുള്ള ഏതെങ്കിലും ജോലി വാഗ്ദാനമാകാം, അല്ലെങ്കിൽ ഈ നറുക്കെടുപ്പ്, ചിട്ടി അല്ലെങ്കിൽ ലോട്ടറി പോലുള്ള ഏതെങ്കിലും ഭാഗ്യമാകാം. ഇനിയിപ്പോൾ അതും അല്ലെങ്കിൽ പൂർവിക സ്വത്ത് ലഭിക്കുന്നതുമാകാം. എന്തായാലും ശരി, ഇന്നേക്ക് 3 മാസം മുതൽ 5 മാസത്തിനുള്ളിൽ ഇത് സംഭവിച്ചിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇനി അടുത്തത് 2ാമത്തെ കവടി പറയുന്നത് നോക്കിയാൽ
നിങ്ങളുടെ ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലുള്ള രോഗദുരിതങ്ങൾ അത് നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞുപോകും. ഇത് ഈ പറഞ്ഞത് അത്ഭുതം എന്നോണമായിരിക്കും നിങ്ങൾക്ക് സംഭവിക്കുന്നത്. അതായത് ഇന്നലെ വരെ നിങ്ങൾക്ക് വളരെയധികം കഷ്ടപ്പാട് തന്ന അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച ഒട്ടുമിക്ക രോഗങ്ങളെല്ലാം സാധാരണ നിങ്ങൾ കഴിക്കുന്ന മരുന്നുകളുടെ പിൻബലത്തോടു കൂടി തന്നെ ഈ പറഞ്ഞ 3 മാസം മുതൽ 5 മാസത്തിനുള്ളിൽ നിങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായി പോകും. അവർ പക്ഷേ അതിനു മുൻപ് തന്നെ മാറിക്കിട്ടാനും മതി. ഇനി അടുത്തത് മൂന്നാമത്തെ കവടി പറയുന്നത് നോക്കുമ്പോൾ, അപ്രതീക്ഷിതമായ ഒരു സ്നേഹബന്ധം അല്ലെങ്കിൽ ഒരു വിവാഹബന്ധം നിങ്ങൾക്ക് വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും പലവിധ കാരണങ്ങളാൽ വിവാഹം മുടങ്ങി നിൽക്കുന്നവരോ അല്ലെങ്കിൽ അന്യദേശവാസം കൊണ്ടോ ജോലി തിരക്ക് കൊണ്ടോ അങ്ങനെയുള്ള കാരണങ്ങളാൽ വൈകി വിവാഹം ചെയ്യുന്നവർക്കോ അവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത തരത്തിലുള്ള വിവാഹ ബന്ധത്തിലേർപ്പെടാൻ യോഗം വന്നു ചേരും. ഇത് പറയാൻ കാരണം അതിബൃഹത്തായ ഒരു സമ്പത്തിന് നിങ്ങൾ ഉടമയാകുമെന്ന് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കൊട്ടാര സദൃശ്യമായിട്ടുള്ളൊരു വീട് നിങ്ങൾക്ക് നിർമ്മിക്കാനുള്ള ആ ഒരു യോഗം ശിവരാത്രിയുമായി അനുബന്ധ തീയതികളിൽ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് കാണുന്നത്. അതായത് ഈ സമയത്തുള്ള ഗ്രഹനില പ്രകാരം പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ് യോഗം കാണുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കൊരു വീടുണ്ടെങ്കിലും ശരി, അതിനേക്കാൾ ഇരട്ടിയിലധികം വലിപ്പമുള്ള ഒരു വീട് ഈ പറഞ്ഞ 3 മുതൽ 5 മാസങ്ങൾക്കുള്ളിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് യോഗമുണ്ടായിത്തീരും. എന്ന് വെച്ചാൽ ഈ വീടിൻ്റെ സർവത്ര പണികളും ഈ 5 മാസത്തിനുള്ളിൽ തീർക്കുമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനുവേണ്ടി നിങ്ങൾ ഇറങ്ങി പുറപ്പെടും അല്ലെങ്കിൽ ബേസ്മെൻറ്റ് ഇട്ടു തുടങ്ങും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാരം. പക്ഷേ പൂർത്തിയാക്കുന്നത് ഒരു പക്ഷേ 2026 പകുതിയോട് കൂടി ആയിരിക്കാം. എന്തായാലും അങ്ങനെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങി തിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ആദ്യം പറഞ്ഞതുപോലെ ഈ വിവാഹത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ദാമ്പത്യം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ പുതിയൊരു ഊഷ്മളകരമായ അവസ്ഥയിലേക്ക് കടന്നേക്കും എന്നതും കൂടി ഇവിടെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം നിങ്ങൾ വലിയൊരു സമ്പത്തിനുടമയാകുമ്പോൾ പല വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും നിങ്ങളെ ഒന്നിനു പിറകെ ഒന്നായി തേടി വരാനുള്ള യോഗം അപ്പോൾ നിങ്ങൾക്ക് സമാഗതമാകുമെന്നാണ് അഷ്ടമംഗലത്തിൽ കാണുന്നത്. അതായത് പലതരത്തിലുള്ള ആഭരണങ്ങൾ, ഉയർന്ന വിലയുള്ള പട്ടുസാരികൾ, വസ്ത്രങ്ങൾ മുതലായവ പാരിതോഷികമായി ഏറ്റവും അടുത്തുള്ള ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ലഭിക്കാൻ അവസരം വന്നു ചേർന്നേക്കാമെന്നാണ് കാണുന്നത്. പ്രത്യേകം ഓർക്കുക, ഈ പറഞ്ഞ ഫലങ്ങൾ നിങ്ങൾ ഈ 9 നക്ഷത്രക്കാർക്കും ഇതിൻ്റെ ഗുണഫലം കൂടിയും കുറഞ്ഞും ഇരിക്കുന്നതാണ്. ഇത് പറയാൻ കാരണം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് ഇടപെടുന്നത് പല രീതിയിലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നവർക്ക് ഇതിൽ കൂടുതൽ അനുഭവ ഫലങ്ങളും വന്നു കിട്ടും. എന്നാൽ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങോട്ട് ജീവിച്ചു പോയാൽ മതി എന്നുള്ള അലസ ചിന്താഗതിക്കാർക്ക് താരതമ്യേന ഫലം കുറഞ്ഞിരിക്കും എന്ന ആ ഒരു യാഥാർത്ഥ്യം നിങ്ങളിവിടെ മറന്നു പോകരുത്. ഇവിടെ അഷ്ടമംഗല പ്രശ്നത്തിൽ കണ്ട കാര്യങ്ങൾ കൃത്യമായി അങ്ങോട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞത് 3ഉം നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടതാണ്. ഇതിനോടൊപ്പം നിങ്ങൾക്ക് ഉയർന്നു കിട്ടുന്ന മേഖലകൾ ഏതൊക്കെയാണെന്ന് കൂടി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ഭക്ഷണം, നിത്യോപയോഗ സാധനങ്ങൾ എന്നിവയുടെ ക്രയവിക്രയങ്ങൾ, അതിനോടൊപ്പം ബാങ്കിങ്, മറ്റ് ഫിനാൻസ് മേഖലയെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉയർന്നു കിട്ടും. അതുപോലെ തന്നെ കലാകായിക മത്സരങ്ങൾ, വിദ്യാഭ്യാസം, മത്സര പരീക്ഷ എന്നിവയിൽ ഫുൾ A+ കിട്ടാനും യോഗമുണ്ടായിത്തീരും. അതിനോട് ചേർത്ത് പറയാവുന്നത്, ഈ പുനർവിവാഹത്തിനായി കാത്തു നിൽക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ശുക്രൻ ഉദിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഭാഗ്യങ്ങൾ കൈവരാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും കാണുന്നുണ്ട്. അതായത് നിങ്ങൾ മനസ്സുകൊണ്ട് സങ്കല്പിച്ചതിനേക്കാൾ അനേകം ഇരട്ടി ഭൗതിക ഉപഹാരങ്ങൾ നിങ്ങളെ തേടി വരുന്നതായിരിക്കും. ഈ പറഞ്ഞത് ഇത്രയും ഇതിൻ്റെ 2ാം വിഭാഗത്തിൽ പെടുന്ന കാര്യങ്ങളാണ്. ഇത്രയുമാണ് നിങ്ങളുടെ ഭാവിയെ വഴിതിരിച്ചു വിടുന്ന കാര്യങ്ങളായിട്ട് ഈ ശിവരാത്രിക്ക് വേണ്ടി നമ്മളിവിടെ പ്രശ്നം വെച്ചപ്പോൾ കണ്ട അഷ്ടമംഗല ഫലമായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.